നൂത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടുണരും ഇരുൾ വീണ മനസ്സിലൊരു തിരീരൻ പൂവിരൽ തൊട്ടൊഴിയൂ. രാവേറയായി പൂവേ പൊൻചെമ്പനീ പൂവേ മനസ്സലിയാനൊരു മഴയുടെ സംഗീതം. രാവേറയായി പൂവേ പൊൻചെമ്പനീ പൂവേ കാത്തിരിക്കും കാവൽ മേഘം വാതിൽ ചാരുന്നു. വേനൽ മാത്രം നെഞ്ചിനുള്ളിൽ ബാക്കിയാകുന്നു. തനിച്ചു ഞാൻ നടന്നു പോയി ചുരങ്ങളിൽ മനസ്സിലെ കിനാവുകൾ കൊളുത്തുമോ നിലാവ് പോ. ഇതു വെറുതെ നിൻ ശ്രുതിയലിയാനോ പാവണ സംഗീതം. രാവേറയായി പൂവേ പൊൻചെമ്പനീ പൂവേ വഴി പോകി നൂത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടുണരും ഇരുൾ വീണ മനസ്സിലൊരു തിരീരൻ പൂവിരൽ തൊട്ടൊഴിയൂ. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. Okay, Tejas. സൂപ്പർ ആയിരുന്നു തേജസ്. എന്ത് പറ്റി? എന്തോ തൊണ്ടയിൽ എന്തോ ഒരു സലവേഷൻ പിടിച്ച പോലെ ഒരു പാറു. സൂപ്പർ ആയിരുന്നു തേജസ്. പാടിയത് കൊറേയൊക്കെ നല്ലതായിരുന്നു. അതെ, പക്ഷെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഒന്ന് കുറച്ച് ലാസ്റ്റ് എൻഡ് മാത്രം കുറച്ച് സാറില്ല, കുഴപ്പമില്ല, ചോദിക്കാം. പിന്നെ തേക്കുട്ടാന്ന് വിളിക്കുന്ന MG സാറിനോട് തന്നെ ചോദിക്കാം നമുക്ക്. MG സാർ, എന്തോ ഡോണ്ട് വറി മുസ്തഫ. കാലം തോഴൻ മുസ്തഫ. തോഴൻ മുസ്തഫ. ഞാൻ ഉണ്ട് തോഴൻ മുസ്തഫ. ഡോണ്ട് വറി.
സൂപ്പർ ഓർക്കസ്ട്ര വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചു. പിന്നെ വിദ്യാസാഗറിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല. കാരണം ആദ്യം ഞാൻ വിദ്യാസാഗറിനെ പരിചയപ്പെടുന്നത് രാക്കോയിലിൻ രാഗസദസ്സിൽ എന്നുള്ള ഒരു സിനിമയ്ക്ക് ട്രിവാൻഡ്രത്ത് രാജാമണി, മ്യൂസിക് ഡയറക്ടർ രാജാമണി വിദ്യാസാഗറും കൂടെ വരുന്നു എൻ്റെ ചേട്ടനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് വൈബ്രോഫോൺ വായിക്കുന്നത് അദ്ദേഹമാണ്. ആര്? നമ്മുടെ വിദ്യാസാഗർ. വിദ്യാജി വൈബ്രോഫോൺ വായിക്കുന്നത് കേട്ടുണ്ടോ? ഒരു രക്ഷയില്ല. പാട്ടിങ്ങനെ സംഗതി പോലും അതിനകത്ത് വായിക്കും, അത്രയ്ക്ക് ഗംഭീരമായിട്ട് വായിക്കും. അതിനുശേഷമാണ് പിന്നെ ഞാൻ മദ്രാസിൽ പോയിട്ട് പിന്നെ കണ്ണൂർ രാജ മാഷയുടെ പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും എൻ്റെ ചേട്ടൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം അസിസ്റ്റൻ്റായിട്ട് വരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തമിഴിൽ പിന്നെ മലയാളത്തിൽ ഒക്കെ പ്രസിദ്ധനായി. ഇപ്പം ഹീസ് ദ ലീഡിങ് മ്യൂസിക് ഡയറക്ടർ ഇൻ തമിഴ്, കന്നഡ, തെലുങ്ക്, ഓൾസോ ഇൻ മലയാളം. അപ്പോൾ എന്തായാലും മോൻ ഇന്ന് പാടിയത് നല്ലൊരു സെലക്ഷനാണ്. കാരണം മധുവിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സാണ്, ബെസ്റ്റ് സോങ്സാണ്. നല്ല പവർഫുള്ളായിട്ട് പാടേണ്ട ഒരു പാട്ടാണ് അത്. മോൻ പവർഫുള്ളായിട്ട് പാടിയപ്പോൾ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ, മോൻ്റെ ശബ്ദത്തിനാണ് എന്തോ ഒരു ഈട് കുറവെന്നൊക്കെ പറയുമല്ലോ, ഞങ്ങൾ ഈ കച്ചേരി ഭാഷയാണ് ഒരു ഈട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഈട് കുറവ് ഫീൽ ചെയ്ത്, കുറച്ച് സ്ക്രാച്ചസ്. പിന്നെ ആ ശ്രുതി അങ്ങോട്ട് ആ ഓ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശ്രുതി കൃത്യമായിട്ട് നിൽക്കണം, അവിടെ കുറച്ച് പ്രശ്നം. പിന്നീട് പറന്നു പോകും പകൽക്കിളി, അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ താളം കുറച്ചൊന്ന് നല്ല ടൈറ്റാണ് ഈ പാട്ട്. അതെങ്ങനെ കിടക്കില്ല, എന്ന് കിടക്കുമ്പം ആ താളം കുറച്ച് ടൈറ്റാവണം. ഞാൻ മോനെ കൊണ്ട് പാടിക്കുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ഗോട്ട് സ്ട്രെയിൻ ഇൻ യുവർ വോയിസ്. പക്ഷേ യു ഡിഡ് ഇറ്റ്, കാരണം കുറേ ഭാഗങ്ങൾ നന്നായിട്ട് പാടി കേട്ടോ. എസ്പെഷ്യലി ചരണത്തിൻ്റെ കുറേ പോർഷൻസ് നല്ല രസമായിരുന്നു പാടിയതൊക്കെ കേട്ടോ. പക്ഷേ ഈ ലാസ്റ്റിലും ഈ വെള്ളിയും സ്ക്രാച്ചും ഒക്കെ വന്നുകൊണ്ടുണ്ടായ ഒരു ചെറിയ പ്രശ്നമാണ്. ഒരു ശബ്ദം മോൻ്റെ കൺട്രോളിലല്ല, അവിടാണ്. നമ്മുടെ ശബ്ദവും ബാക്കിയെല്ലാം നമ്മുടെ ആരോഗ്യമൊക്കെ നമ്മുടെ കൺട്രോളിലാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണേൽ ഒരു പാട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് കൺട്രോളിലല്ലാത്തപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ പാടിപ്പിക്കുന്നില്ല, ഒന്നുകൂടെ എടുത്തു പറയുന്നു. എന്തായാലും ഡോണ്ട് വറി മുസ്തഫ, ഇനിയുണ്ട് പാട്ടുകൾ, ടെൻഷനൊന്നും അടിക്കണ്ട. അടുത്ത പാട്ടിൽ നമ്മൾ മേക്കപ്പ് ചെയ്യും. ഇത് മോശമൊന്നുമല്ല, നന്നായിരുന്നു കേട്ടോ, നല്ല സെലക്ഷൻ, ബാക്കിയെല്ലാം നന്നായിരുന്നു. താങ്ക് യു സർ. എന്തായാലും വിദ്യാജിയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ശരത് സർ. അപ്പോൾ എന്തൊക്കെയാലും നമ്മുടെ വിദ്യാ അണ്ണാച്ചിയുടെ പാട്ടെടുത്തുകൊണ്ട് വന്നതിൽ കുറേ സന്തോഷം. മോനെ നീ നന്നായിട്ട് പാടിയിടാ, നന്നായിട്ട് പാടി. നിനക്ക് നിൻ്റെ തൊണ്ട ഇന്നൊന്ന് ഒതകി കിട്ടിയില്ല, അതേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ തൊണ്ടയുടെ കാര്യം താളം നീ ലേത്തിൽ നിന്ന് വിടരുത്. അതിൻ്റെ പല്ലവിയുടെ സെക്കൻഡ് ഹാഫ് അത് ആ ഗുമ്പിൽ നിൽക്കണ്ടേ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളിയും വ്യാഴമൊക്കെ പോട്ടടാ, അതൊന്നും ഇപ്പോൾ ആർക്കാ വരാത്തത്, അതൊരു കാര്യമില്ല. പക്ഷേ അത് കുറച്ചും കൂടെ നന്നാണ്. കാര്യം നിനക്ക് എന്താ ശബ്ദ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ തൊണ്ട നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ മണ്ട വല്ലതും പറഞ്ഞിട്ട് അത് വരത്തില്ല. അതുണ്ടല്ലേ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ടല്ലേ, അപ്പോൾ അത് പറ്റത്തില്ല മോനെ. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നീ ഒരു ഉഗ്രം പാട്ടുകാരനാണ്. അപ്പം മക്കളെ ചക്കര അത്രേ ഉള്ളൂ, നീ വിഷമിക്കേണ്ട കാര്യം. നന്നായിരുന്നു കേട്ടോ. അത് ശബ്ദം ഇങ്ങനെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ ആകാതെ സൂക്ഷിക്കുക മാക്സിമം കേട്ടോ, പരമാവധി അതിനുള്ള ശ്രമം നടത്തുക. പിന്നെ അത് എല്ലാം ഉടയ തമ്പുരാനെ അറിയാവൂ. എന്തൊക്കെ നീ പാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. തേജസ് എന്തോ നന്നായിട്ട് തന്നെ പാടിയടാ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ടെൻഷനൊന്നും ഇല്ലല്ലോ, ഇല്ല. കൂളായിട്ടിരിക്കും കേട്ടോ. എനിക്ക് ആകെ പിന്നെ 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നിയത്. ഒന്ന്, ആ ഒരു ഹൈ റേഞ്ചിൽ വരുമ്പോഴുള്ള ഒരു സ്ട്രെയിൻ ആണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ തൊണ്ടക്ക് സ്ട്രെയിൻ. ഈ പാട്ട് അസലായിട്ട് പാടി. ഇത് തേജസ്സിന് ഉഗ്രനായിട്ട് പാടാൻ പറ്റുന്ന പാട്ടാണ്, അതിലൊന്നും യാതൊരു സംശയമില്ല, നോ ഡൗട്ട്. ആകെ എനിക്ക് ഫീൽ ചെയ്തത് ഈ തൊണ്ടയ്ക്ക് സ്ട്രെയിൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാട്ട്, കാരണം ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്പോട്ട്സ് ഒക്കെ വരുന്നത് അങ്ങ് ഹൈ റേഞ്ചിലാണ്. പിന്നെ ഓ ആണെങ്കിലും ശരി, രാവേറെയായി, അതൊക്കെ അങ്ങ് ഹൈയിലാണ് കിടക്കുന്നത്. രാവേറെയായി അതിൻ്റെ അടുത്ത ലൈൻ ഒക്കെ. അപ്പോൾ ആ സമയത്ത് ചൂസ് ചെയ്യേണ്ട ഒരു പാട്ടായിരുന്നോ ഇത് എന്ന് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. ബാക്കി അതർവൈസ്
പാട്ട് നീ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. കാര്യത്തിൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നീ ഒരു ഉഗ്രൻ സിംഗറാണ്, അതിലും യാതൊരു സംശയമില്ല. സമയം ഇതായിരുന്നു എന്നുള്ളത് മാത്രം കേട്ടോ. ദാറ്റ്സ് ഓൾ ദി ബെസ്റ്റ്. Thank you, ഷാനിക്ക. ചേച്ചി തേജസ് യെസ് മാം. നന്നായി പാടി. താങ്ക് യു. ഞാൻ പറഞ്ഞ മാതിരി റിഹേഴ്സൽസ് ഒക്കെ ഞാൻ കേട്ടതാണ്. അപ്പം അതിൽ MG സാർ പറഞ്ഞ പോലെ നന്നായിട്ട് മോനെ റിഹേഴ്സൽ ചെയ്ത സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പാടിയത്. ആ സമയത്ത് ഇത്രയും സ്ട്രെയിൻ ഇല്ല, പക്ഷെ അപ്പോഴും കുറച്ചൊരു വെള്ളി വരാനുള്ളൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട്. അത് വെച്ചാൽ ആ ഒരു സ്ട്രെയിനിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പം ശബ്ദം നമ്മുടെ കൂടെ ആ സമയത്ത് നിൽക്കാണ്ടിരിക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്തിട്ടും കാര്യം വരില്ല. അതങ്ങനെയാണ്, അത് സാങ്കേതിക തടസ്സമാണല്ലോ, രണ്ട് മോന് പാടാൻ പറ്റാത്തതുകൊണ്ടല്ലല്ലോ. തേജസ് എന്നാലും ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നു, കുറച്ചുകൂടി നമുക്ക് നന്നാക്കി എടുക്കണം. കാരണം നേരത്തെ പാടിയതിനേക്കാൾ കുറച്ച് കൂടുതൽ മിസ്റ്റേക്സ് ഇതിൽ വന്നു. സ്പെഷ്യലി നമ്മുടെ ഓന്ന് പാടിയ സ്ഥലത്ത്, ആ നീട്ടി പാടുന്നിടത്ത് ആ ശ്രുതി കുറച്ച് ചേരാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടയേർഡായിപ്പോയി വോയിസ്, അതാണ് സംഭവിച്ചത്. എന്തായാലും നമുക്കൊന്ന് ശക്തി കൂട്ടിയെടുക്കണം. ഓക്കെ, നന്നാവട്ടെ, റെഡിയാക്കാം നമുക്ക്. അതെ, താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MD സാർ. 8.7. താങ്ക് യു. ശരത് സാർ. ഏതൊക്കെയാലും മധു അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അതെ അതെ. ആ ചക്കര പഞ്ചാര ഇപ്പൊ ചക്കര ലവിയുടാ, നീ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അത് നിന്റെ പാട്ടിന് ഞങ്ങളൊരു മാർക്ക് കൊടുക്കുന്നു, 8.7. താങ്ക് യു സർ. താങ്ക് യു സാർ. ഷാനിക്ക. ചേച്ചി സാർ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. നിന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കാണുമ്പോൾ എന്തോ പോലെ കേട്ടോ. ചിൽ. ഓക്കെ, സോ ടോട്ടൽ 17.4.